വൃജിനഹരണയോഗ്യസ്ത്വത്കടാക്ഷ പരാത്മൻ മയി പതതു ഗരീയാനത്ര കാരുണ്യപൂർണ സകലഭുവനനാഥം വാസുദേവം ഹരിം ത്വാം വ്രജപതനയമീഡേ വേണുരാജങ്കരാബ്ജം. ഈ ശ്ലോകത്തിന്റെ അർത്ഥവും പറയാം. ഹേ പരാത്മൻ, അല്ലയോ പരമാത്മാവേ, കാരുണ്യപൂർണ, കാരുണ്യം നിറഞ്ഞ, ഗരീയാൻ, വലിയതായ അതിമഹത്തായ, വൃജിനഹരണയോഗ്യ, വൃജിനഹരണത്തിലെ യോഗ്യമായ, അതായത് വൃജിനം എന്ന് പറഞ്ഞാൽ വൃജിനങ്ങള്, ദുഃഖങ്ങളുടെ ഹരണം, അതിനെ നശിപ്പിക്കുക. അപ്പോൾ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതിൽ യോഗ്യമായിട്ടുള്ള ത്വത്കടാക്ഷ, അങ്ങയുടെ കടാക്ഷം, അത്ര എവിടെ, മയി പതതു, എന്നിൽ പതിക്കട്ടെ. സകല ഭുവനനാഥം, എല്ലാ ലോകങ്ങളുടെയും അധിപനും, വാസുദേവം, വാസുദേവനും, അതായത് വസുദേവപുത്രനും എന്ന് പറയാം, വസുദേവപുത്രനും, വേണുരാജത്കരാബ്ജം, ഓടക്കുഴൽ ശോഭിക്കുന്ന കരാരവിന്ദങ്ങളോട് കൂടിയവനും, ഹരിം, മഹാവിഷ്ണുവുമായിട്ടുള്ള, വ്രജപതനയം ത്വാം, ആ വ്രജപന്റെ പുത്രൻ, വ്രജപൻ എന്ന് പറഞ്ഞാൽ ഗോകുലനാഥൻ, ഗോകുലപാലകൻ, നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള ത്വാം, അങ്ങയെ, അഹം ഈടെ, ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം.